അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ 33-ാമത്തെ ബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, അത് വലിയ ബറക്കത്തുള്ളത്. ആ പലക്ക നമുക്ക് കേൾക്കുക സാധിക്കർ എന്നുള്ളത് 1400 വർഷத்துக்கு മുന്നോട് ചൊന്ന ആ പലക്കങ്ങളല്ല ഇന്നും എഴുതി വെച്ച് ഞങ്ങളുടെ കയ്യിൽ. അത് നോക്കുകയും കാണുകയും അത് കേൾക്കുകയും അത് ഞങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യമായിട്ടിട്ട് ഞങ്ങളുടെ ഹദീസ് ക്ലാസ് ഇൻഷാ അല്ലാഹ് അതിൽ 33-ാമത്തെ ബാബായിട്ടിട്ട്. ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ബാബ് മുലാത്തഫത്തിൽ യതീമി വൽ ബനാത്ത്. യതീമികളൊട്ടിയെ ബാപ്പ മരിച്ച മക്കൾക്കിടർ. അപ്പൊ അങ്ങനെയുള്ള ആ യതീം മക്കളൊട്ടുക ലുത്തുഫ് കാട്ടുക, കൃപയോട് കൂടെ അങ്ങോട്ടേക്ക് പെരുമാറുക എന്നുള്ളത്. രണ്ടാമത്തത് പെൺമക്കളൊട്ടുക. അതവൻ്റെ പെൺമക്കളാണെങ്കിലും അല്ലാത്ത പെൺമക്കളാണെങ്കിലും അങ്ങോട്ടേക്ക് മൃദുവായി പെരുമാറുക എന്നുള്ളത്. മറ്റുള്ള ലൈഫ് ബലം കുറഞ്ഞ ആൾമാർ, പാവപ്പെട്ട ആൾക്കാർ, പലക്കറിഞ്ഞ് നേടുക നമുക്ക് താക്കത്തിക്കില്ല, പൈസ ഇല്ല. അപ്പം അങ്ങനെയുള്ള പാവപ്പെട്ട ആൾമാർക്ക് അങ്ങോട്ടൊട്ടുക മൃദുവായി പെരുമാറണമെന്നും. വൽ മസാക്കീൻ മിസ്കീൻമാരൊട്ടുകും. വൽ മുങ്കസിരിൻ ചൊന്ന കൽബ് പൊട്ടിയ ആൾമാർ, എന്തെങ്കിലും കഷ്ട എത്തിയത് കൊണ്ടിട്ട് അങ്ങ് പിന്നെ എന്തായിട്ടാറ് അങ്ങ് ഭയങ്കര ബേജാറിൽ പെട്ടുപോയിട്ട് അങ്ങനെയുള്ള ആൾമാറും. വൽ ഇഹ്സാനിലെയും അങ്ങ് ഗുണം ചെയ്യണമെന്നും വശഫക്കത്തിയാലെയും അങ്ങോട്ട് കരുണ കാട്ടണമെന്നും വത്തവാദുഇ മഅഹും അങ്ങോട് കൂടെ താഴ്മയോട് കൂടെ അങ്ങോട്ട് വേണമെന്നുള്ളതും വഖഫ്ളിൽ ജനാഹി ലഹും അങ്ങ് റെക്കടെ താത്തി കൊടുക്കുക. റെക്കടെ താത്തി കൊടുക്കുക എന്നതിനർത്ഥം അങ്ങോട്ട് മൃദു സ്വഭാവത്തിൽ പെരുമാറുക, അങ്ങനെ മുട്ടാക്കുക എന്നുള്ള അർത്ഥമായിട്ടിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഹദീസ് കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ, അതുമായി സംബന്ധപ്പെട്ട ഹദീസുകൾ ഇൻഷാ അല്ലാഹ് അതുക്ക് മുന്നലായിട്ട് ആയത്തുകൾ വിവരിക്കട്, പിന്നെ ആയിട്ട് ഹദീസ് പ്രവേശിക്കട്. അപ്പൊ ഈ ബാബ് പാവപ്പെട്ട ആളുമാർ, യതീമീങ്ങൾ, മിസ്കീന്മാർ, അല്ലെങ്കിൽ കഷ്ടാനുഭവിക്കുന്ന ആളുമാർ, അങ്ങനെയുള്ള ആളുമാരൊട്ടിക്ക് ലുത്തുഫ് കാട്ടണം, അങ്ങ് ഗുണം ചെയ്യണം, അങ്ങോട്ട് താഴ്മയോട് കൂടെ ഇക്കണം എന്നുള്ള വിഷയങ്ങളായിട്ട്. ഖാലല്ലാഹു തആല വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ. നബിയെ നിങ്ങളെ റെക്കടെ മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ താത്തി കൊടുക്കുക. വഖ്ഫിദ് നിങ്ങൾ താഴ്ത്തി കൊടുക്കുക. ജനാഹക നിങ്ങൾക്കുള്ള റെക്ക ചിറക്, ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക്. ആ ചൊന്നതിനർത്ഥം ഈ ഒരു പക്ഷി അതിലെ കുഞ്ഞിരൊട്ടുകോ റെക്ക വിരിച്ചിട്ടായിട്ടിട്ട് അതിനെ മുട്ടാക്കട്ടെ എന്നതുപോലെ മൃദുവായ നിലക്ക് അങ്ങോട്ടേക്ക് പെരുമാറി അങ്ങോട്ടേക്ക് എന്താക്കണം, അങ്ങനെ മുട്ടാക്കണം, അങ്ങോട്ടേക്ക് താഴ്മയോട് കൂടി പെരുമാറണം. അതായിട്ട് അല്ലാണ്ട് ഇവിടെ രക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ കൂട്ടിപ്പിടിക്കണം, മുട്ടാക്കണം എന്നർത്ഥത്തിലായിട്ടിട്ട് അങ്ങോട്ട് മൃദു സ്വഭാവത്തിൽ പെരുമാറണം. ദർപ്പ ഗൗരവ സ്വഭാവത്തിലല്ല പെരുമാറേണ്ടത്. ഇനി വഖാലതആല വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്ത്. നബിയെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പിടിച്ചു നിപ്പാട്ടണം. ആറൊട്ടുകോ സുബൈലും അസറിലും സദാസമയം അള്ളാഹുമായി ഇബാദത്തിൽ കൂട്ട പാവപ്പെട്ട മോമിനീങ്ങളല്ലേ, അങ്ങനൊട്ടുക നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പിടിച്ചു നിപ്പാട്ടണം. അങ്ങനെ തൊട്ട് ഒരിക്കലും കണ്ണട് നിങ്ങൾ തിരിച്ചു കളയണ്ട. ദുനിയാവുടെ ഭംഗിയും ചന്തവും അതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളെ കണ്ണിടെ അപ്പുറത്തിരിക്കണ്ട നബിയെ. അപ്പൊ അത് ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് അതുമായി സംബന്ധപ്പെട്ട ഹദീസ് തന്നെ പണ്ട്. അതെന്താ നിങ്ങൾ പാവപ്പെട്ട സ്വഹാബാക്കൾ നബി തങ്ങളൊട്ട് തിന്നത്. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങൾ വന്നു ചെന്നത് വലിയ വലിയ ആൾമാർ അങ്ങനെ ഒട്ടുക ഞങ്ങൾ ദഹിക്കില്ല. അപ്പൊ ആയിട്ട് അള്ളാഹു താല ചൊല്ല നബിയെ ആ പാവപ്പെട്ട സ്വഹാബാക്കളോട് കൂടെ നീങ്ങിക്കോ. ഈ അഹങ്കാരിങ്ങ, ഈ ധിക്കാരിങ്ങ അങ്ങലേക്ക് നിങ്ങൾ നോക്കണ്ട. ആ സ്വഹാബാക്കളോട്ടു അപ്പൊ പാവപ്പെട്ട ആൾമാരായിട്ട് അങ്ങോട്ട് സ്വത്തില്ല, സമ്പത്തില്ല. അപ്പൊ അങ്ങനോട് അങ്ങനത്തെ ഒന്നെങ്കിൽ
ഇങ്ങക്ക് ബെനത്ര ഡ്രസ്സില്ല ഇങ്ങനെ പിന്നെ അങ്ങനത്തെ സുഖ സൗകര്യമെല്ലാം കൊറടി അപ്പൊ ഈ ആൾമാറൊട്ടും ഞങ്ങൾ തേക്കില്ല ഞങ്ങൾ ಬೇನೆಗೆ നിന്റെ പലക്കയ്ക്ക് വേറൊരു മജ്ലിസ് ഞങ്ങൾ ആക്ക ഞങ്ങൾക്ക് നീന്ന് ചൊന്ത എന്ന് ചൊന്നപ്പായിട്ടിട്ട് അള്ളാഹു താല ചൊല്ല നബിയെ ഒരിക്കലും ആ പാവപ്പെട്ട സ്വഹാബാക്കളെ തൊട്ട് തിരിച്ച് കളയണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് തന്നെ ഹദീസ് നെക്സ്റ്റ് പണ്ട് وقال تعالى فأما اليتيم فلا تقهر وأما السائل فلا تنهر. നബിയെ അതാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനെ നിങ്ങൾ കഹ്ർ ചെയ്യണ്ട. കഹ്ർ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് എന്താക്കണേ അവൻ്റെ നിസാരപ്പെടുത്തൽ, അവൻ്റെ പിന്നെ ഗർവ സ്വഭാവത്തിലോട്ട് പെരുമാറുക, അങ്ങനെ ചെയ്യരുത്. അതുപോലെ അമ്മസായില ഫലാ തൻഹർ, ബേങ്ങടെ കൈക്കാട്ടാലും വന്നെങ്കിൽ അങ്ങനെ ആട്ടി ഓടുവാട്ടണ്ട. അപ്പൊ അങ്ങോട്ടേക്ക് മൃദുവായി പെരുമാറണം എന്നുള്ളത്. ഫലാ തഖ്ഹർ ചെന്ത് കഹ്റ് ചെയ്യണ്ട. കഹ്റ് ചെയ്യണമെങ്കിൽ ഈ പിന്നെ ഞങ്ങളെ ശക്തി താക്കത്തിന് കീഴിൽ അങ്ങനെ ഒതുക്ക്, അങ്ങനെ ചെയ്യരുത്. അള്ളാഹു താല നബിയുടെ നബിയെ ഖിയാമത്ത് കാലം കൊണ്ട് നിഷേധിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ഗൊന്തുണ്ട ഫദാലിക്കല്ലതി മദാറു ഗൊന്തനെ യതീമുടെ തടയിലവും ഗർവ സ്വഭാവത്തോടു കൂടെ യതീമുടെ ആട്ടി ദൂറാക്കിടവും. വലായഉദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ അവൻ പ്രേരിപ്പിക്കില്ല. പാവപ്പെട്ട ആളുമാർക്ക് ചോറ് കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവൻ അവനായിട്ട് ഖിയാമത്ത് നാൾ കൊണ്ട് നിഷേധിക്കുന്നവൻ കാഫിർ. അതായത് ഈ അബൂജാലിലോട്ട് ഒരു യതീം വന്നു. യതീം അബൂജാലിന്റെ സംരക്ഷണയിൽ നിന്ന് ആൾ തന്നെ ആയിട്ടില്ല, ഡ്രസ്സില്ലാണ്ടാ വന്നത്. പക്ഷെ ഈ യതീമുടെ സ്വത്തിൽ നിന്നേ കേൾക്കില്ല, അബൂജാലിന്റെ സ്വത്തിൽ നിന്ന് കേട്ടതല്ല, യതീമുടെ സ്വത്തിൽ നിന്നേ ആ കിടാവ് വന്ന് കേട്ട്. പിന്നെ ബാപ്പ മരിച്ചതിന് കണ്ടെങ്കിൽ ആ ബാപ്പയുടെ സ്വത്ത് മക്കൾക്ക് അവകാശപ്പെട്ടതായിട്ടില്ല. അപ്പൊ ആ മക്കൾക്ക് ചെരിയേക്കുമ്പോ തങ്ങ നോക്കിയോളാവില്ല. അതിരെ സ്വത്ത് അങ്ങ് തോട്ട ഇന്നെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമ്പത്ത് ഇന്നെങ്കിലോ അതിനെ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഈ മക്കൾക്കാവില്ല. അപ്പൊ അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും അത് ഏറ്റെടുത്ത് അത് നടത്തുന്നത്. അപ്പൊ ഈ അവന്റെ സ്വത്ത് യതീമ് സംബന്ധപ്പെട്ട സ്വത്ത് നോക്കണമെന്ന് തോന്നും. അപ്പൊ ആ യതീം പറയുമ്പോ അതിനായിട്ട് ഈ അബൂജാലിന്റെ മുട്ട ഈ കിടാവ് പണ്ടേ യതീമായ കിടാവ് എന്തരെ ആ കിടാവിടെ സ്വത്തിൽ നിന്നേ കേക്കിടേ. ആ പറമ്പത്തുക്ക് ഡ്രസ്സില്ല. അപ്പൊ അവിടെ ആട്ടി ഓടുവാട്ടി അവിടെ ദൂരത്താക്കിയ ജോറാക്കി പറഞ്ഞ. അപ്പൊ അതാ അള്ളാഹു താല ഖിയാമത്തിനാല് കൊണ്ട് നിഷേധിക്കുന്ന കാഫിർ ആറ് നീ മന്തുന നബി യതീമിനൊട്ട് ഗർവ സ്വഭാവത്തിൽ പെരുമാറിയവൻ ആട്ടി ഓടുവാട്ടിയ. മാത്രല്ല മിസ്കീന്മാർക്ക് ആഹാരം കൊടുക്കുന്നതിൽ പ്രേരിപ്പിക്കില്ല, ഇങ്ങനത്തെ അവനാണ്. അപ്പൊ ഇതെല്ലാം ഒരു മുഅ്മിന്റെ സ്വഭാവമല്ല. അങ്ങനെയല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ വേണം? അവൻ നല്ല ലുത്തുഫോട് കൂടെ കൃപയോടുകൂടെ ഇത്തരം ആളുമാരോട്ട് പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആൻ പരിപാടി. ഇൻഷാ അല്ലാഹ് ഇതുമായി സംബന്ധപ്പെട്ട് 260 ആയത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാതുകൊടുക്കാം. കാതുകൊടുക്കൽ എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല ഞങ്ങളൊക്കെ അവൻ്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈർ നമുക്ക് തുറന്നു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.